നീ പറയുന്ന എന്തെങ്കിലും ഗുണം അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവള് പണ്ടേ ആ കട ഇന്ദ്രന്റെ പേരിൽ എഴുതി തന്നേനെ. ഇതൊന്നും ചെയ്യാതെ പണം പറ്റാനല്ലേ അവള് നോക്കുന്നത്. ഇവനൊരു പാവമായതുകൊണ്ടാ അവരുടെയൊക്കെ താളത്തെടുത്ത് തുള്ളുന്നത്. എങ്ങനെങ്കിലും ഇതൊന്ന് അവസാനിക്കട്ടെ എന്ന് കരുതിയാ ഞാൻ ഒന്നും എതിർക്കാത്തത്. അല്ലാതെ ഈ സുശീലെ കഴിവിട്ടോളായിട്ടല്ല. അതവര് വഴിയെ മനസ്സിലാക്കും. അപ്പൊ ഞാൻ കരുതിയത് ശരിയാണ്. എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ മിണ്ടാതിരുന്നതല്ലേ? എടാ, നീ നിന്റെ കാര്യം നോക്ക് സത്യ. വെറുതെ ഇവനോട് നിന്ന് സംസാരിച്ച് സമയം കളയാതെ നീ പോയി വേഗം റെഡിയാവാൻ നോക്ക്. നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ഇപ്പോഴോ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എനിക്ക് ദാസറിനെ വീട്ടിൽ പോണം. ഹർഷയെ വാർഡിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ് രവി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളും അവിടെ വേണം. അവിടെ നേരെ ദാസാറിന്റെ വീട്ടിലേക്ക് പോവാം. അതിന് ഞാനെന്തിനാ വരുന്ന അമ്മേ? അമ്മ പോയാ പോരെ? പറ്റില്ല ഇന്ദ്ര, നീ എന്റെ കൂടെ വന്നേ മതിയാവൂ. അതെ, ഹർഷയുടെ കാര്യം നോക്ക്. അവിടെ അവരുടെ ഭർത്താവുണ്ട്. അവിടെ നിൽക്കേണ്ടത് അയാളാണ്, അല്ലാതെ ഏട്ടനല്ല. അതെന്താ വേണ്ടതെന്ന് എനിക്കറിയാം, നീ പഠിപ്പിക്കണ്ട. ഞാനെന്നല്ല, ഇനി ആര് പറഞ്ഞാലും അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഏട്ടനെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് വിടുന്നതും ഏട്ടന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നതും അമ്മ ഒരൊറ്റൊരാളാ. സ്വന്തം മകന്റെ ചോരയെ പിറന്ന കുഞ്ഞിനോട് പോലും ഇല്ലാത്ത സ്നേഹവും കരുതലുവാ എവിടെയോ കിടന്ന് ഒരുത്തിയോട്. സത്യ, വേണ്ട. അമ്മ പറഞ്ഞ പോലെ ചെയ്യാം. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നിങ്ങൾ ഈ കാണിക്കുന്ന ഒന്നും ശരിയല്ല. എടാ, ഇവന്റെ സാരോപദേശം കേൾക്കാൻ നിൽക്കാതെ നീ വേഗം പോയി റെഡിയായിട്ട് വാ. എടാ, നീ ഇതൊരു വിഷയാക്കാൻ നിൽക്കണ്ട. തൽക്കാലം അമ്മയെ എതിർക്കും വേണ്ട. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഹർഷ വീട്ടിൽ പോകുന്നോടെ ഈ വിഷയങ്ങളെല്ലാം അവസാനിക്കും. അവസാനിച്ച് കണ്ടാ മതി. പിന്നെ ഒരു കാര്യം മാത്രമായിട്ട് മനസ്സിൽ വെച്ചോ, ഹർഷയും ഭർത്താവുമായിട്ടുള്ള ഏട്ടന്റെ ബന്ധം ഏട്ടൻ തുടരുന്ന കാലത്തോളം ഏട്ടനെ ഒരു ലൈഫ് ഉണ്ടാവില്ല.